പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഞായറാഴ്ച കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിവോ മിടുക്കൊണ്ടോ ഒന്നും അല്ല നമുക്കിവിടെ എല്ലാവർക്കും എത്താൻ സാധിച്ചത്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്തോത്രമല്ലാതെ ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ള എന്ത് കാര്യങ്ങൾ കൊടുത്താലും ഇതെല്ലാം ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ലഭിച്ച് ദൈവത്തിലേക്ക് കൊടുക്കുന്നതാണ് നമുക്കുള്ളത്. അല്ലാതെ നമുക്കായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ദൈവം തന്റെ ജീവനെ തന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആ ജീവനിൽ നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം, അവനെ മഹത്വപ്പെടുത്താം. അപ്പം ദൈവത്തെ മനസ്സിലാക്കുവാൻ, കർത്താവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് ലഭിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ആ കൂട്ടത്തില് ഞാൻ ഇന്ന് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഭാഗം, കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഞാൻ കർത്താവിലേക്ക് വന്നതിന് ശേഷം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നതും വന്നിരിക്കുന്ന ഒരു ചിന്തയാണ്. അതിങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാമെന്ന് വിചാരിച്ച ഏതാനും ദിവസങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് പറയുന്നതാണ്. അതിനകത്ത് എത്രമാത്രം എൻ്റെ ഹൃദയത്തിലുള്ളതോ അല്ലെ ഞാൻ ചിന്തിക്കുന്നതോ അല്ലെ ഏത് തരത്തിൽ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം ആശയങ്ങളും അതിന് തക്ക രീതി എല്ലാവർക്കും മനസ്സിലാക്കുവാൻ തക്കം ദൈവത്തിൻ്റെ ആത്മാവിനാൽ അതിനെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തത് നമുക്കറിയാം 12 പേരെയാണ്. ഈ 12 ശിഷ്യന്മാരെ കുറിച്ച് എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരോടെങ്കിലും ചോദിച്ചാൽ ഒരു പരീക്ഷണമാവും. അവർക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുഴുവനും. കാര്യം ഞാനും പലപ്പോഴും എല്ലാവരെയും പെട്ടെന്ന് അങ്ങനെയൊന്നും കാണാതെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയെ കൂടിയല്ല പലപ്പോഴും. കാര്യം നമ്മുടെ ഒന്നെങ്കിൽ ഓർമ്മക്കുറവുണ്ടായിരിക്കും, സൺഡേ സ്കൂളിലായിരിക്കുമ്പോൾ അത് കാണാതെ പറയാൻ നമ്മളെ കൊണ്ട് പറ്റും. കാര്യം അതിങ്ങനെ ചെറുപ്പമായിരിക്കുമ്പോൾ പറ്റുമല്ലോ. കർത്താവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ എന്നെ കടന്നുപോയി. പലപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പം കാണുന്ന കാര്യമാണ്. അവൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് പറയാം. ഈ 12 ശിഷ്യന്മാർ എന്നുള്ളതിന് ഒരു കണക്ക് വെച്ചിരിക്കുന്നതിന് ബൈബിളിൽ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അറിയാമല്ലോ, 12 ഗോത്രങ്ങളെ, അങ്ങനെ പലതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ 12 എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു അവസ്ഥ ഞാൻ നോക്കി. കാര്യം കർത്താവ് ഒത്തിരി ആൾക്കാരുമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് പോകുമ്പോൾ, ആദ്യകാലത്തൊക്കെ കർത്താവിൻ്റെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അതില് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ പറയുന്നത് അവരെ കുറിച്ചുള്ള ലിസ്റ്റ് പറയുന്നെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഓരോ സമയത്തും ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ്. അതായത് സ്നാനം കഴിഞ്ഞിട്ട് കർത്താവ് നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് ചോദിക്കുന്നതും, യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നത് ആരാന്ന്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുകയും, അങ്ങനെ അന്ത്രയോസും ഫിലിപ്പും ഒക്കെയും കർത്താവിനെ അനുഗമിച്ച് ചെല്ലുന്നതും ഗുരു എന്നും പറഞ്ഞ് സംസാരിക്കുന്നതുമായ ഒരവസ്ഥയാണ്. അങ്ങോട്ടേക്ക് ചെന്ന് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം പത്രോസിനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകമായ രീതിയിലാണ് ബൈബിളിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ആ 12 ശിഷ്യന്മാരുടെ പേര് ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. പീറ്റർ, പത്രോസ്, യാക്കോബ്, അതായത് ജെയിംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, സെബദി പുത്രന്മാരുടെ മക്കൾ എന്നുള്ള നിലയിൽ അവ യോഹന്നാൻ, അതും സെബദി പുത്രന്മാർ. അപ്പൊ ഈ യാക്കോബും യോഹന്നാനും സെബദി മക്കളാണ്. അവരെ കുറിച്ചുള്ള ഇടയ്ക്ക് പറയുന്നുള്ളൂ. കർത്താവിന്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്റെ മക്കളെ ഏത് പൊസിഷനിലേക്കാണ് കർത്താവ് ആക്കാൻ പോണെന്നൊക്കെയുള്ള ചോദ്യമൊക്കെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഫിലിപ്പ്, ബർത്തലുമായി, മത്തായി ടാക്സ് കളക്ടറായിട്ടാണ് പറയുന്നത്, തോമസ്, പിന്നെ അൽഫയുടെ മകനായ യാക്കോബ് എന്ന് പറയുന്നുണ്ട്, പിന്നെ തദ്ദായി എന്ന് പറയുന്ന ആളുടെ കാര്യം പറയുന്നുണ്ട്, എരിവുകാരനായ കനാന്യൻ ശീമോൻ, പിന്നെ നമ്മൾ കാണുന്നത് ജൂദ് ഇസ്കറിയോത്ത, അതായത് യൂദ ഇസ്കറിയോത്ത. ഇത്രയും പേരെയാണ് അതിനകത്ത് കാണുന്നത്. അങ്ങനെ 12 പേരെയാണ് കാണുന്നത്. ഈ 12 പേരില്
ഓരോ ശിഷ്യന്മാരുടെയും ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കോവിഡിന്റെ ടൈമിലാണെന്ന് തോന്നുന്നു, ഞാൻ പത്രോസിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്റ്റഡി ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്രോസിനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ പല ഇതുള്ളതാണ്. എടുത്തു ചാടും, എല്ലാത്തിലും എടുത്തു ചാടി അയ്യോ കർത്താവ് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും, പക്ഷെ നേരെ തിരിച്ചേ ചെയ്യത്തുള്ളൂ. കോഴി പോകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുന്നേ ഒരിക്കലും ഞാനത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ 3 പ്രാവശ്യം കോഴി പോവുകയും തള്ളിപ്പറയുകയും ചെയ്തു. അതെല്ലാം സംഭവിക്കും എല്ലാ കാര്യത്തിലും. ഞാൻ വെള്ളത്തിലേക്ക് ചാടി വരട്ടെ എന്ന് ചോദിച്ചു, ചാടി ഇറങ്ങി ചെന്നു, നേരെ താഴ്ന്നുപോയി. അപ്പം ഈ ചാടി എല്ലാ കാര്യവും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പത്രോസ്. അതേപോലെ തന്നെ എല്ലാ ശിഷ്യന്മാരെ കുറിച്ചും വ്യക്തമായിട്ടൊന്നും ബൈബിളിൽ അവരുടെ പ്രവർത്തനങ്ങളോ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല. എങ്കിലും ചരിത്രത്തിൽ ഞാനിങ്ങനെ നെറ്റിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ചരിത്രത്തിൽ ഇവരൊക്കെ ഓരോ പ്രദേശ, ഏഷ്യ മൈനർ, റോമ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പറയാൻ വേണ്ടി പലയിടത്ത് പോയതായിട്ടൊക്കെ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ബൈബിളിൽ അതിന് വ്യക്തമായ ഒരു ധാരണകളൊന്നുമില്ല. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തില്, മർക്കോസിന്റെ എന്നല്ല എല്ലാ സുവിശേഷങ്ങളിലും ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാണെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും എന്നുള്ള ഒരു എക്സ്പ്ലനേഷനോട് കൂടിയാണ് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദൈവവചനം പറയുന്നത്. അപ്പം അവിടെ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും. അപ്പൊ നമുക്കറിയാം ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ഇവരെ ഫലമേൽപ്പിക്കുന്നുണ്ട്. ഇവരെ കൂട്ടിവിട്ട് പലയിടത്തും പോയിച്ച് നിങ്ങൾ ഇന്ന് പറ, ഭൂതങ്ങളെ പുറത്താക്കാൻ ഇവർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരെ തിരഞ്ഞെടുത്തതിന്റെ ആ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്ന അതാണ്. എന്നാൽ കർത്താവിന് ഈ പറയുന്നവരല്ലാതെ കുറെ ആൾക്കാർ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? നമുക്കറിയാം നഥാനിയേലുണ്ട്, അതേപോലെ തന്നെ കർത്താവിന്റെ ശവശരീരം അടക്കം ചെയ്ത യോസഫ് എന്നാണ് പേര്, യെസ്. അങ്ങനെ കുറെ ശിഷ്യന്മാരുണ്ട്. പിന്നെ സ്ത്രീകളിലായിട്ടുള്ളവരുണ്ട്, മഗ്ദലക്കാരി മറിയ, മറ്റുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം കർത്താവിന്റെ ശിഷ്യഗണങ്ങളില് പ്രത്യേകമായിട്ട് കുറേ വൃന്ദങ്ങള്, കുറെ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ട് തെരഞ്ഞെടുത്ത് 12 പേരെയാണ് കർത്താവ് കൂടെ കൊണ്ടു നടന്നത്. അവരെ എല്ലാ സ്ഥലങ്ങളിലും കർത്താവിനെ അനുഗമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അതില് നമുക്ക് പ്രത്യേകമായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം യൂദ ഇസ്കറിയത്തെ കുറിച്ചാണ്. ഈ കർത്താവ് യൂദയെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിന് അറിയത്തില്ലായിരുന്നോ യൂദ ഇങ്ങനെ ഒരു വഞ്ചന ചെയ്യുമെന്ന്? അതോ എന്താണ് അതിനകത്തുള്ള കാര്യമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. കാര്യം വെച്ചാല് നമുക്കറിയാം നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവ് ഈ ലോകത്തിൽ നിന്നാണ്. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എത്രയോ മനുഷ്യരുണ്ടല്ലേ, എത്രയോ ആൾക്കാരുണ്ട്. ഇതിനകത്ത് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പം കർത്താവിന് യൂദയെക്കുറിച്ച് അറിയരുതാഞ്ഞോ എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവൻ അയ്യോ ആ മനുഷ്യന് വളരെ കഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പം കർത്താവ് ഇതെല്ലാം പറയുമ്പോഴും എന്തുകൊണ്ട് യൂദായ്ക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായി എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴത്തേനും റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തില് ഒരു ഭാഗം പറയുന്നുണ്ട്. 13, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആകയാൽ നാം എന്തു പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാനുമല്ല ഓടുന്നവനാനുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്തു. ഫറവോനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഫറവോന്റെ ഹൃദയം കഠിനമാകുകയല്ല ചെയ്യുന്നത്, കർത്താവ് കഠിനമാക്കി എന്നാണ് പറയുന്നത്. അപ്പം കർത്താവ് കഠിനമാക്കി എന്ന് പറയുമ്പോൾ ഫറവോനെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണമാണ്. അതുപോലെ തന്നെ നമ്മൾ തിരുവെഴുത്തുകളിൽ പലയിടത്തും പറയുന്നുണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്ന അല്ല ചുംബിച്ച് അവനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യം പലയിടത്തും തിരുവെഴുത്തുകളിൽ പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വരുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം
മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തില് നമുക്ക് കാണാവുന്ന ഒരു ഭാഗമുണ്ട്, പ്രത്യേക ഒരു ഭാഗം. 3-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 27:3. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത് യൂദാ കണ്ടിട്ട് അനുതപിച്ചു. 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുടെ അടുക്കൽ മടക്കി കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. അവർ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്നു ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ വെള്ളിക്കാശ് എടുത്ത്, ഇത് രക്തത്തിന് വിലയേക്കാൽ ശ്രീഭണ്ഡാരത്തിടുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ച പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി, ആകെ ആ നിലത്ത് ഇന്ന് വരെ രത്നനിലം എന്ന് പേർ പറയുന്നു. അതിനുശേഷം ഒരു യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ വിലമതിച്ചതിന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് തന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തി വന്നു. അപ്പം ഇതൊക്കെയും ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ആണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ മുന്നറിവെന്ന് പറയുന്നത് അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് എന്നാ പിന്നെ ഇതെല്ലാം അറിയാവുന്ന ദൈവത്തിന് ഇതെല്ലാം മാറ്റരുതോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ദൈവം നമുക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. തീരുമാനിക്കാം. മാത്യു ചാപ്റ്റർ 26 അവിടെ 26-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ, 26-21 അവിടെ പറയുന്നത്, കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു മുന്നറിവ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ലോകപരമായിട്ടുള്ള ചിന്തകളിൽ നമ്മൾ എന്ന് പെടുന്ന പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പൊ കർത്താവ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂദായ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. യൂദ ആ ഒരു ലെവലിലേക്ക് പോകുന്നതൊക്കെ ദൈവത്തിന്റെ മുന്നറിവാണെങ്കിലും ദൈവം ഇത് അറിയിക്കാതല്ല അവനെ അതിലേക്ക് പെടുന്നത്. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം 25-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ആരാ ചോദിക്കുന്നേ? യൂദ ചോദിക്കുകയാണ്. ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിനെ കർത്താവ് പറയുന്നു, നീ തന്നെ എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നോക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്പം യേശുവിനോട് യൂദ ചോദിക്കുന്നുണ്ട്, അത് ഞാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് ആണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ യൂദയുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. നമ്മളും ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി ഒരു യൂദയുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട്. യൂദയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഇസ്കറിയത്ത് യൂദ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവന് ഏൽപ്പിച്ചിരുന്ന കാര്യം പണസഞ്ചിയുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണ്, കണക്കുകൾ ബോധിപ്പിക്കുക. അതായത് ഇവർക്ക് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്, ഇത്ര ശിഷ്യന്മാരുണ്ട്, ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ഒരു സെക്ഷനിലാണ് യൂദയാക്കിയിരിക്കുന്നത്. അപ്പം പണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എത്രമാത്രം വിശ്വസ്തമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയുന്നത്. അതും ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം കടക്കുന്നില്ല, സന്ദർഭവശാൽ വേണമെങ്കിൽ അത് നോക്കാം, നേരം പറയാം. അതായത് യൂദ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ യൂദയുടെ മനസ്സിൽ കാണുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, യൂദ പല സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരെ പോലല്ല. ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യന്മാരെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം കർത്താവ് എന്താന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരൊക്കെ കർത്താവിന്റെ കൂടെ ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും ശിഷ്യന്മാരെങ്ങനാന്ന് ചോദിച്ചാൽ ഫുൾ ടൈം കർത്താവിന്റെ കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ദേവാലയത്തിൽ കർത്താവ് വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് കർത്താവ് അവിടുത്തെ പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും എതിരെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അവരെ പിടിക്കുവാൻ വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും അവനെ പിടിച്ചില്ല, അവൻ അവിടുന്ന് മറഞ്ഞു കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം തൻ്റെ ശിഷ്യനായിരിക്കുന്നവർ കാണുന്നതെന്ന് വെച്ചാൽ കർത്താവിനെ ഇവർക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല. എന്തെല്ലാം പറഞ്ഞാലും ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ശക്തനായ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ പലതരത്തിലും അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഓരോതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് തിരിച്ചു പറയുന്നെങ്കിലും അദ്ദേഹത്തെ പിടിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അദ്ദേഹം അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുന്നു, അല്ല ആർക്കും പിടിക്കാൻ പറ്റാതെ നമുക്ക് ആ ആളിലുള്ളൊരു വിശ്വാസം വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും
മറ്റ് ശിഷ്യന്മാരെയൊക്കെ നോക്കുമ്പം അവർ കർത്താവിനെ പലതിലും വിശ്വസിച്ചില്ല എന്ന് കാണുമ്പോൾ എന്റെ ചിന്താഗതി, ഞാൻ ചിന്തിക്കുന്നതാണ്, അത് എത്രമാത്രമാണെന്ന് അറിയില്ല. ഞാൻ യൂദായുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യൂദായ്ക്ക് കർത്താവിനെ കുറിച്ച് കുറച്ചുകൂടെ വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം കർത്താവിനെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല, അവനോടൊന്ന് വഴുതിക്കളയും എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 59-ാമത്തെ വാക്യത്തിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് മാത്രം വായിക്കാൻ വേണമെങ്കിൽ. അതുപോലെയുള്ള പല ഭാഗങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. 8-ാം അധ്യായം യോഹന്നാൻ 8 അതിന്റെ 59 പറയുന്നത്, ആമീനാം, ഞാൻ അബ്രഹാം ജനിച്ചതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ ഇതെല്ലാം ഈ യഹൂദന്മാരുടെ നടുക്ക് നിന്ന് പറയുകയാണ്. വളരെ വിവാദപരമായ സംസാരമാണ് കർത്താവിടെ പറയുന്നത്. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടു. യേശുവോ മറഞ്ഞുപോയി. അതൊക്കെ ശിഷ്യന്മാരെല്ലാം കൂടെ നിൽപ്പുണ്ട്. യഹൂദന്മാര് മുഴുവൻ നിന്നിട്ട് കല്ലും എടുത്ത് അവനെ എറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ കർത്താവ് അവര് നോക്കി നിൽക്കെ അവിടുന്ന് മറഞ്ഞുപോയി. അപ്പോൾ ഇത് കാണുന്ന ഒരു ശിഷ്യന്റെ ഒരു കോൺഫിഡൻസ് എന്തായിരിക്കാം? ഞാൻ കർത്താവിനെ ഒറ്റിക്കൊടുത്താൽ എനിക്ക് 30 വെള്ളിക്കാശ് കിട്ടുകയും ചെയ്യും, കർത്താവ് എങ്ങനെയും രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആണോ ഇല്ലോ എന്നുള്ളത് യൂദായുടെ ഒരു ചിന്താഗതിയിൽ കൂടെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഭാഗം ബൈബിളിലുണ്ട്, നമുക്കത് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇനിയും നോക്കുമ്പോഴും 10-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ പറയുന്നു ഇതുപോലെ തന്നെ. 39-ാം വാക്യത്തിൽ അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അപ്പം ഇത് നോക്കണം, യേശുക്രിസ്തു നിന്ന് സംസാരിക്കുന്ന മുഴുവൻ ഇങ്ങനെ ചുറ്റും ആൾക്കാരാണ് നിൽക്കുന്നത്. ഇന്നത്തെ പോലെ ഇങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് മൈക്ക് വെച്ച് പറയുകയല്ല. അന്ന് കാര്യങ്ങൾ പറയുന്നതിന്റെ ചുറ്റും നിൽക്കുകയാണ് ആൾക്കാർ. ഇതിനിടയിൽ നിന്നാണ് കർത്താവ് ഒഴിഞ്ഞു പോകുന്നത്. ആ ഒഴിഞ്ഞു പോവുക എന്ന് പറയുമ്പം അതിന്റെ ഒരു പ്രത്യേകമായ ഒരു ഇത് ശിഷ്യന്മാർക്ക് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുക ഇവന് ഇത്ര വലിയ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. അപ്പൊ അവിടെയും കർത്താവ്, ഇത് ഞാൻ ഏതാനും വാക്യങ്ങൾ മാത്രം എടുത്താ പറഞ്ഞ, നിങ്ങൾ ഇത് മാത്രം വിചാരിച്ച് ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും കർത്താവിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവിലുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുവാൻ, അല്ലെ ഇവൻ ആരാണ്, അല്ലെ എന്താണ് കർത്താവിന്റെ കഴിവെന്ന് മനസ്സിലാക്കുവാൻ അവരെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്, പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ കോഴി പോകും മുമ്പ് നീ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു സംഗതിയിൽ പത്രോസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എങ്കിലും പറഞ്ഞെങ്കിലും അവിടെ കോഴി കൂവ്. കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കി. അവിടെ വെച്ച് കർത്താവ് പറഞ്ഞ കാര്യം സംഭവിച്ചു എന്നുള്ള ഒരു റീകൺഫർമേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അന്നേരമാണ് പത്രോസ് എന്ത് ചെയ്യുന്നത്? സങ്കടപ്പെട്ട് കരഞ്ഞ് ദൈവസന്നിധിയിൽ അവൻ ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും അവിടെ ഒരു മാനസാന്തരം ഉണ്ടായി എന്നത് നമുക്ക് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അവിടെ 32-ാം വാക്യത്തിൽ 31-ാം വാക്യത്തിൽ പറയുന്നു, ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പുപോലെ പാറ്റാണെന്ന് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അവിടെ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു അപേക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് അപേക്ഷിക്കുന്നത്? അവിടെ അപേക്ഷിക്കുകയാണ് ഇവന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി. അപ്പം നമുക്കറിയാം കർത്താവ് അങ്ങനെ എല്ലാവരോടും പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. അപ്പം യൂദായോട് ഈ പറയുമ്പോൾ നീ ആണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് അവനോട് വ്യക്തമായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കാര്യം നമുക്ക് കർത്താവിന്റെ സ്വഭാവം അറിയാം, അങ്ങനെ ആരെയും അങ്ങനെ ഒരു ഇതായിട്ട് കർത്താവ് വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവന് ആ ബോധ്യം വരുത്തണേ എന്ന്. എന്നാൽ അവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്നതിന് ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവിടെ ഒരു ഇത് കൊടുക്കുന്നത്, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാൽ അവന് തിരിഞ്ഞു വരാൻ വേണ്ടി ഒരു സമയം കൊടുക്കുകയാണ്. അവിടെ വേണമെങ്കിൽ പത്രോസിന് തിരിഞ്ഞു വരാതിരിക്കാം,
തിരിഞ്ഞു വരാനായിട്ട് ഒരു ടൈം കൊടുക്കുകയാണ്. ആ ടൈം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു വന്നു. അതുകൊണ്ടാണ് വന്നതിന് ശേഷം ഈ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ടാവും. അപ്പൊ താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരായിട്ടുള്ളവരെ എല്ലാരെ കുറിച്ചും കർത്താവ് കൺസേൺ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവ് അവരെ ആ വ്യക്തിയെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ അവനത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യത്തില് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഇതിന്റെ വാക്യങ്ങൾ, കാര്യം യൂദയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് തന്നെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. എങ്കിലും അത് വളരെ അതേ രീതിയിൽ നമ്മളെടുത്ത് വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. 13-ാം അധ്യായം 27-ാം വാക്യത്തില് പറയുന്ന, കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. അപ്പം കർത്താവ് ഇത് കുറിച്ച് ഇതിനു മുമ്പ് പറയുന്നുണ്ട്. കണ്ണം മുക്കിയ ഈ ശീമോൻ ഇസ്കറിയോത്തിന്റെ മകനെ യൂദായ്ക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്ന വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പന്തിരുവയിൽ ഇരുന്നവരാരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ കയ്യിൽ ആകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് വാങ്ങിപ്പാനോ ദരിദ്രർക്ക് കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. അപ്പൊ നമുക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാകുന്നത്, യേശുക്രിസ്തു തന്റെ സമ്പാദ്യമായ അവരുടെ ആ ഒരു കാര്യത്തിൽ ഏറ്റവും കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂദയാണെന്നും, ദരിദ്രർക്ക് കൊടുക്കാനോ എന്ന് പറയുമ്പോൾ അങ്ങനെ ദരിദ്രർക്ക് കൊടുക്കാറുണ്ട് അവര്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ പറയുന്നത്. യേശു അവരോട് കൽപ്പിക്കുന്നു എന്ന് ഇവർക്ക് തോന്നി. അപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ പല യാത്രയിലും പാവങ്ങളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പം ഏതാനും 12-20 അധ്യായത്തിൽ ഏതാനും വാക്യങ്ങളിൽ കൂടെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് കാണുന്നെങ്കിൽ, സത്യത്തിൽ യേശുക്രിസ്തു 3.5 വർഷക്കാലം അവിടെ നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അതിന് കൂട്ടത്തിൽ നമ്മൾ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ വല്ലതും കൊടുക്കാനോ എന്ന് യേശു കൽപ്പിക്കുന്നു. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അത് രാത്രിയായിരുന്നു. യേശുക്രിസ്തു 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ഉള്ളം കലങ്ങി, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് പറയുമ്പോഴും യൂദായ്ക്ക് അറിയാം ആരാണെന്ന്. കാര്യം നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന കാര്യം ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് മുൻവിധിയായിട്ട് നിങ്ങളോട് പറയുകയാണ്, മുന്നമേ പറയുക, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ ചെയ്യാൻ പോണ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, ഞാൻ ചിന്തിച്ച കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ചിലർ പറയാറുണ്ട്, അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്നോട് അത് സംസാരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ദൈവം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയോട് സംസാരിക്കത്തക്ക രീതിയിലൂടെ വെച്ച് പറയുന്നത്. ആരെക്കുറിച്ച് പറയുന്നു? ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ നോക്കി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ഈ ഭാഗങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിന്ത കൊടുക്കുമ്പോഴും യൂദായ്ക്ക് വേണമെങ്കിൽ റീതിങ്ക് ചെയ്യാനും, അല്ലെങ്കിൽ അയ്യോ കർത്താവിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കാനും അവന് സാധ്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അവനത് കൈക്കൊള്ളുന്നില്ല. അവൻ നേരെ ഇല്ലുന്നത് എവിടെയാണ്? നേരെ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ഇന്ന് പറയുകയാണ്, ഞാൻ കർത്താവിനെ കാണിച്ചു തരാം എന്ന് പറയുന്നു. കാണിച്ചു തരാമെന്ന് പറയുമ്പോഴും യൂദായുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് കാണിച്ചു കൊടുക്കും, ഇവരവിടെ ചെല്ലും, പിടിക്കാൻ ചെല്ലുമ്പോൾ കർത്താവ് രക്ഷപ്പെടും. ഇതാണ് കർത്താവിന്റെ കുരിശീകരണത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇതൊന്നും ഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ കുരിശിച്ച സമയത്ത് ശിഷ്യന്മാരെല്ലാം വിട്ട് ഓടിപ്പോയി. കർത്താവിന്റെ പിന്നെ മരിച്ചു ഉയർത്തെഴുന്നേക്കുമെന്നോ വീണ്ടും വരുമെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർക്ക് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അവര് ആ രീതിയിൽ അവരുടെ ചിന്തകളിൽ പോലും വരാത്ത കാര്യങ്ങളായിരുന്നത്. ആക്ട്സ് ചാപ്റ്റർ 1 അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം എടുക്കാം. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, സഹോദരനായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കുവച്ചു. അവൻ അനീതിയുടെ
കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രത്നനിലം എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസന ശൂന്യമായി പോട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ഇങ്ങനെ പ്രവചനങ്ങളിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്ന അല്ലെങ്കിൽ നടക്കുന്ന കാര്യമാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ഉം 5-ലും പറയുന്നു, നമുക്കറിയാം എന്താണ് യോഹന്നാന്റെ സുവിശേഷം. നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഒരു വീണ്ടും ജനനം പ്രാപിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തന്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചുപോകുന്ന നിത്യവും പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവന് വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജനായ പുത്രന്റെ നാമത്തെ വിശ്വസിക്കാതെ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് കർത്താവ് രക്ഷ തന്നു, നമുക്ക് അവന്റെ മക്കളായി തീരുവാനുള്ള അവകാശം തന്നു. എന്നാൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തരുന്ന വാണിങ്സ് അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾ വരുത്തേണ്ടിടത്തും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടിടത്തും അതനുസരിച്ച് ചിന്തിച്ച് അതനുസരിച്ച് പെരുമാറുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറിക്കൊള്ളേണ്ടതായ ഒരു കാര്യമാണ്. ഇന്നത്തെ സമയത്ത് നമ്മളെക്കുറിച്ച് നമ്മളെ ഡിസൈപ്പിൾ ആക്കിയെന്നാണ് പറയുന്നത്, അല്ലെ? കർത്താവിന്റെ ശിഷ്യന്മാരാക്കുവാൻ അതാണല്ലോ പറയുന്നത്. എന്താ നമുക്ക് തന്നിരിക്കുന്ന ഇത്? നമ്മൾ ലോകത്തോടെല്ലാം പോയി സുവിശേഷം അറിയിച്ച് അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളാൻ. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളും ശിഷ്യന്മാരുടെ ഗണത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ശിഷ്യന്മാരായ നമുക്ക് കർത്താവിന്റെ 12 ശിഷ്യന്മാരെ കൊള്ളാൻ അതേ പ്രിവിലേജ് നമുക്കുമുണ്ട്. കർത്താവിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാൻ, അവനുമായിട്ട് ഉള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവം ഇടയാക്കണം. അതിനുവേണ്ടി നമ്മൾ അത് ശ്രമിക്കുകയും വേണം. കർത്താവ് തന്റെ ശിഷ്യനായ യൂദായോട് അവനും കൂടെ ഇരുന്നു, അവനും കൂടെ നടന്നു. 3.5 വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്നപ്പോഴും കർത്താവിനെ അവൻ മനസ്സിലാക്കിയത് അവൻ എല്ലാത്തിലും ശക്തനായ ഒരാളാണ്, ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നാണ് അവൻ ചിന്തിച്ചത്. പക്ഷെ അവിടെ അവന്റെ കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അവൻ എന്നേക്കുമായി അവന്റെ ജീവിതം നഷ്ടപ്പെടുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന്റെ മക്കളെന്നുള്ള നിലയിൽ, ശിഷ്യന്മാരെന്നുള്ള നിലയിൽ ആ ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷ നഷ്ടപ്പെടില്ല എങ്കിലും നമ്മൾ പിന്നെയും നമ്മുടെ ജീവിതത്തിന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ നമ്മുടെ സകലത്തിനെ അറിയുന്ന കർത്താവാണ്, അവൻ നമുക്ക് അവസരങ്ങളെ തരും എന്നുള്ളത് മനസ്സിലാക്കി അവിടെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇയ്യോബിനെ കുറിച്ച് സാത്താൻ ചെന്ന് കുറ്റം പറയാൻ ചെല്ലുമ്പം ഇയ്യോബ് കർത്താവ് പറയുന്നുണ്ട് അവന് യാതൊരു കുറ്റവും ഇല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അവൻ പറയുന്നത് സാത്താൻ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ അവന് ചുറ്റും വേലി കിട്ടിയിരിക്കുക, നീ ആ വേലി ഒന്ന് അഴിച്ചു തന്നാൽ ഞാൻ ബാക്കി ആരും ശരിയാക്കാന്ന് പറയും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മക്കളെന്നുള്ള നിലയിൽ നമുക്ക് ദൂതന്മാരുടെ കാവലും ദൂതന്മാരുടെ സകല പരിലാളനയും നമുക്കുണ്ടെങ്കിലും നമ്മൾ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കരുത്. നമ്മുടെ വില്ല്, നമ്മുടെ ആഗ്രഹം, നമ്മൾ എന്തിനോടാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ അടക്കണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, നിന്റെ പാപം മുൻപിൽ കിടക്കുന്നു, അതിനെ നീ അടക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലതരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പിൽ വരുമ്പോൾ അതിനെ അടക്കി, അതിനെ അതിജീവിച്ച് ആ പാപത്തെ അടക്കി നമ്മൾ മുൻപോട്ട് നീങ്ങിയില്ലെങ്കിൽ കർത്താവ് വാണിംഗ് തരും. നീയാണ് കാണിപ്പാൻ പോകുന്നത്, അല്ല നീയാണ് അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാണിംഗ് തരുമ്പോൾ അതിനെ അതിജീവിച്ച് നമ്മൾ മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ അവിടെ ആ പാപത്തിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അവർക്ക് സംഭവിച്ചത് ഓർത്തിട്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കർത്താവിന്റെ മക്കളായി നല്ല സാക്ഷ്യം പുലർത്തി ലോകത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും നല്ല സാക്ഷികളായി നിൽപ്പാൻ തക്കവണ്ണം ആകേണ്ടതിന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ഇയ്യോബ് അവിടെ വളരെ ശക്തിയോടുകൂടി അവനെ പിശാച് പലതരത്തിലുള്ള തന്ത്രങ്ങളാൽ വീഴിക്കുവാൻ നോക്കിയെങ്കിലും അതിലൊന്നും വീണു പോകാതെ ദൈവത്തിന്റെ മകനായി നിൽക്കുവാൻ
ഇയ്യോബിന് കഴിഞ്ഞുവെങ്കിൽ നമുക്കും അത് കഴിയണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യൂദായ്ക്ക് പറ്റിയത്, അവന് വാണിംഗ് കൊടുത്തിട്ടും അവൻ അത് സ്വീകരിച്ചില്ല. അവൻ അത് ചെയ്യുവാൻ പോയി. ദൈവത്തിലുള്ള വിശ്വാസമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അത് ഒരു പരിധി വരെ അതാണ്. ആ ഭാഗത്തെ കുറിച്ച് കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് അവിടേക്ക് കടക്കുന്നില്ല. യൂദായ്ക്ക് വളരെ വ്യക്തമായിട്ടൊരു ചിന്തയുണ്ടായിരുന്നു, കർത്താവ് രക്ഷപ്പെടും എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ ലാസ്റ്റ് ഇവരുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം. ഞാൻ ഇവിടെ വായിച്ചാലേ അതിന്റെ കംപ്ലീഷൻ ആവുള്ളൂ. മത്തായിയുടെ സുവിശേഷം 27 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാർ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ അവന് വളരെ അനുതപിച്ചു എന്ന് പറയുന്നുണ്ട് ശരിക്കും. അപ്പം അവിടെ യൂദായുടെ ചിന്താഗതിയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റുകൊടുക്കും. അപ്പൊ കുറ്റമില്ല എന്ന്, കർത്താവിന് കുറ്റമില്ല എന്നുള്ളത് യൂദായ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറയുന്നു, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറയാണ്, ഞങ്ങൾക്ക് എന്ത് എന്ന് ചോദിച്ചു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. അതായത് അവന് കിട്ടിയ പൈസ, അതായത് നമ്മൾ ഓർത്തോണം, ആ കാശ് പോലും യൂദായുടെ ചിന്താഗതിയിൽ എങ്ങനെയായിരുന്നു, അത് എനിക്ക് എടുക്കാം, കാര്യം കർത്താവ് അതിലെ രക്ഷപ്പെടും, എനിക്ക് പണവും കിട്ടുമെന്നുള്ളതായിരുന്നു ചിന്താഗതി. പക്ഷെ അത് ഫെയിലിയറായി, അവന്റെ പദ്ധതി ഫെയിലിയർ ആയെന്ന് കണ്ടപ്പോൾ യൂദ എന്ത് ചെയ്തു, സകലതും വിട്ടിട്ട് തന്റെ ജീവനെ തന്നെ കാര്യം താൻ അത്രയും സ്നേഹിച്ചിരുന്ന, അത്രയും നാളെ കൊണ്ടുനടന്ന ഈ കർത്താവിനെ കർത്താവ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ അതിന് തൊട്ടു മുമ്പിലത്തെ 27-ാം അധ്യായത്തിന്റെ ആദ്യം പറയുന്നു, പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാർ ജനത്തിന്റെ മൂപ്പന്മാരും അല്ല യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവഴിയെ പീലാത്തോസിനെ ഏൽപ്പിച്ചു. കർത്താവ് പിടിക്കപ്പെട്ടു, പീലാത്തോസിന് മുമ്പിൽ ചെന്നു. അവിടെ കർത്താവിനെ ശിക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ വന്നു എന്ന് കണ്ടപ്പോ, അതാണ് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടിട്ട്, അപ്പം അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് യൂദയ്ക്ക് മനസ്സിലായി, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അവനെ പിടിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോയി. യൂദ ഓർത്തു രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയില്ല എന്ന് കണ്ടപ്പോഴാണ് അവൻ തകർന്ന് തരിപ്പണായിപ്പോയി. അവന് ദൈവസന്നിധിയിൽ അവൻ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവനും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവന് എന്ത് ചെയ്തത്, അവൻ ആ പണം എടുത്ത് വലിച്ചെറിഞ്ഞ് ഇവരോട് എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾക്കത്, നീ നിന്റെ കാര്യം നോക്കിയോ എന്നും പറഞ്ഞ് അവനെ വിടുകയും, അങ്ങനെ യൂദ തന്റെ ജീവിതം ദൈവത്തിന്റെ കൂടെ നടന്നുവെങ്കിലും നമുക്കറിയാം യൂദയുടെ ജീവിതത്തിലെ 3.5 വർഷക്കാലം ഈ കർത്താവിനെ അറിയുകയും കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുകയും കർത്താവിനെ അത്ര വിശ്വാസത്തോടുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കിയ യൂദ തന്റെ ലാഭേച്ഛ, പണത്തോടുള്ള തന്റെ ചിന്ത കൊണ്ട് തന്നെ അത് ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീരുകയും അവനൊരു ശാപമായി തീരുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് പലയിടത്തും ഉപദേശിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ആരാണെന്നും അവന്റെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് നീങ്ങുവാൻ കർത്താവായ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.